നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേരളത്തിലെ പത്രങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ, അവയുടെ സ്ഥാപകർ, ഇതിനെക്കുറിച്ചാണ്. മലയാളത്തിലെ ആദ്യത്തെ പത്രമാണ് രാജ്യസമാചാരം. മലയാളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരമാണ്. രാജ്യസമാചാരം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ്. ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. രാജ്യസമാചാരത്തിൻ്റെ ആസ്ഥാനം എന്ന് ചോദിച്ചാൽ ഇല്ലിക്കുന്ന് ബംഗ്ലാവ്, തലശ്ശേരിയിലുള്ള ഇല്ലിക്കുന്ന് ബംഗ്ലാവാണ്, അല്ലെങ്കിൽ കണ്ണൂർ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതാരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. മലയാള മനോരമ ആരംഭിച്ചത് ആരാണെന്നറിയാമോ? മാമൻ മാപ്പിള, KC മാമൻ മാപ്പിളയാണ് കേട്ടോ. KC മാമൻ മാപ്പിളയാണ്. കണ്ടത്തിൽ വർഗീസ് മാപ്പിള കേട്ടോ. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് എന്താരംഭിച്ചത്? മലയാള മനോരമ ദിനപത്രം ആരംഭിച്ചത്. മലയാള മനോരമയുടെ ആസ്ഥാനം കോട്ടയമാണ്. എവിടെയാണ്? കോട്ടയമാണ്. അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരിക്കാരുള്ള മലയാള ദിനപത്രവും ഏത് തന്നെയാണ്? മലയാള മനോരമ തന്നെയാണ്. അതുപോലെ തന്നെ അതുപോലെ മാതൃഭൂമി പത്രം ആരംഭിച്ചത് KP കേശവമേനോനാണ്. മാതൃഭൂമി പത്രത്തിൻ്റെ ആസ്ഥാനം കോഴിക്കോടാണ്. എവിടെയാണ്? കോഴിക്കോടാണ്. അതുപോലെ ദേശാഭിമാനി പത്രം ആരംഭിച്ചത് TK മാധവനാണ്. ദേശാഭിമാനി പത്രത്തിൻ്റെ ആസ്ഥാനം കൊല്ലമാണ്. എവിടെയാണ്? കൊല്ലമാണ്. സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പത്രമാണ് സഹോദരൻ. സഹോദരൻ എന്ന പത്രത്തിൻ്റെ ആസ്ഥാനം എറണാകുളമാണ്. എവിടെയാണ്? എറണാകുളമാണ്. അതുപോലെ തന്നെ എറണാകുളമാണ്. അതുപോലെ തന്നെ കേരള കൗമുദി പത്രം ആരംഭിച്ചത് ആരാണ്? CV കുഞ്ഞിരാമനാണ്. ആരാണ്? CV കുഞ്ഞിരാമനാണ്. കേരള കൗമുദിയുടെ ആസ്ഥാനം എവിടെയാണ്? പേട്ട, തിരുവനന്തപുരമാണ്. എവിടെയാണ്? തിരുവനന്തപുരത്താണ്.